സുഖമല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ട് ആണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇന്ന് കാർത്തികയാണ്. അപ്പൊ പിന്നെ എവിടെയാണ് എന്താണ് എന്നുള്ളത് വഴിയെ പറയാം. എന്തായാലും ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാം. ഇവിടെ ഒരു കുഞ്ഞു കടയിൽ നിന്ന് ഞാൻ ചായ കുടിക്കാൻ പോവേണം. നമ്മൾ എവിടെയാണ് പോകുന്നത്, ഏത് ജില്ലയാണ്, എന്താണ് എന്നുള്ളത് ബാക്കി വിശേഷം ഞാൻ പിന്നാലെ പറഞ്ഞു പോകുന്നതായിരിക്കും. വീണ്ടും എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾ എല്ലാവരെയും ചായ കുടിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. കൂടെ വന്നോളൂ കേട്ടോ. അങ്ങനെ ചായയും നമ്മുടെ ഉള്ളിവട, എൻ്റെ ഫേവറേറ്റ് ഉള്ളിവടയാണല്ലോ. അപ്പോൾ ഉള്ളിവടയും വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കടയിൽ വരുന്നത്. ഇതുവരെയും ഈ കടയിൽ കയറിയിട്ടില്ല. എന്തായാലും ചായ സൂപ്പർ ആയിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ. ചേച്ചി ചായ കൊള്ളാം കേട്ടോ. ഹലോ. ആ ചായ കൊള്ളാന്ന് പറഞ്ഞതാ കേട്ടോ. കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് തന്നെ നമ്മൾ പറയണോ അല്ലേ. അപ്പം ഈ കടയുടെ പേര് നൈസ് തട്ടുകടയാണ്. നമ്മുടെ കള്ളിക്കാടാണ് കേട്ടോ. നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്താണ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് കള്ളിക്കാടാണ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ കുടിച്ചിട്ട് പെട്ടെന്ന് പോകാം കേട്ടോ, സമയമില്ല. ഇത് ചായയൊക്കെ കുടിച്ച് അടിപൊളിയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ചായ? കൊള്ളാം. ചായ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ ചായ തന്നെയാണ്. ചായ അടിപൊളിയാണോ? ആ അമ്മച്ചി കാണിച്ചോട്ടോ. അമ്മച്ചി സ്ഥിരം ഇവിടെ നിന്ന് ചായ കുടിക്കണം എന്നാണോ? ഒരു ദിവസം 4-5 ചായ ഇവിടെ നിന്ന് വൈകുന്നേരം കേട്ടോ 2 ചായ. ഞാൻ 5 ആക്കി, സോറി കേട്ടോ. അപ്പൊ അത് പോട്ടെ, അമ്മച്ചി പറഞ്ഞു പോട്ടോ. കടയിൽ നിന്നല്ലേ കഴിക്കും. നല്ല ചായ അല്ലേ? നല്ല ചായയാണ്. അപ്പൊ നൈസാണ് നമ്മുടെ ഈ കടയുടെ പേര്. കടയുടെ പേര് നൈസാണ്. നമ്മുടെ കള്ളിക്കാടാണ്, തിരുവനന്തപുരം ജില്ലയാണ്. നമ്മുടെ ടൂറിസ്റ്റ് മേഖലയാണ്. അപ്പുറത്ത് ഡാം കാണാൻ പോകുന്ന, നെയ്യാർ ഡാം കാണാൻ പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ ഇവിടെയും കൂടെ കയറി ചായ കുടിച്ചിട്ട് പോവുക. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ പേര് പറഞ്ഞേ. ശ്രീകലയാണ്. അപ്പൊ ഈ കട തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായോ? അപ്പുറത്തായിരുന്നു അല്ലേ? 2 മാസമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വിട വാങ്ങുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതൊന്നുമല്ല, വെറൈറ്റിയാണ്. അപ്പം ഈ കടയൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു കട, അടിപൊളിയാണ്. ചായയൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ചേച്ചി ഒന്നും കാണിച്ചു, അങ്ങോട്ട് ഫേസ് കാണിച്ചു. ശരി എന്നാ, ഓക്കെ. അതെ, അപ്പൊ പിന്നെ നമ്മൾ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി സ്പോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉലയംകോണം ആണ് കേട്ടോ. ഉലയംകോണം, തിരുവനന്തപുരം ജില്ല, കള്ളിക്കാട് പഞ്ചായത്താണ് കേട്ടോ. അപ്പൊ എവിടെയാണ് എന്താണെന്ന് ബാക്കി വിശേഷം ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും. ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഇന്ന് കാർത്തികയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഒരു മല കയറ്റമാണ് കേട്ടോ. മല നമുക്ക് ഇന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കയറാം. അടിപൊളി സ്പോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, കൂടെ വന്നോളൂ കേട്ടോ. അപ്പൊ പിന്നെ നമ്മള് ഒരു കുത്തനുള്ള കയറ്റമാണ് കേട്ടോ. ഈ കയറ്റം കയറിയാണ് കുറച്ചു ദൂരം, ഏതാണ്ട് 1-2 കിലോമീറ്റർ ഉണ്ട് മെയിൻ ആർച്ചിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ എത്തിപ്പെടാനായിട്ട്. അപ്പൊ ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ വരാൻ കരുതി മാത്രമാണ് ഞാൻ ഈ റൂട്ടൊക്കെ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ആർക്കെങ്കിലും വരണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്പോട്ടായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വന്നു പോവുക. അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇനി കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. എന്തായാലും കുറേ ദൂരമൊക്കെ സഞ്ചരിച്ച് നമുക്ക് ഇനി പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. ഈ വഴിയെ നമുക്ക് വീണ്ടും ഏതാണ്ട് 1 കിലോമീറ്റർ നമുക്ക് വീണ്ടും നടക്കേണ്ടതുണ്ട് കേട്ടോ. കുരങ്ങന്മാർ അത്ര ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഒരുപാട് പുളി കേട്ടോ ഉതിർത്തിട്ടേക്കുന്നത്, കടിച്ചു പറിച്ച് എങ്ങനെ ഇട്ടിരിക്കുക. അപ്പൊ ഇവിടെ കൂടെ കയറി വരുമ്പോ സൂക്ഷിച്ച് വരിക. മഴയില്ലാത്തോണ്ട് തെന്നലില്ല, എങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതുവഴിയാണ് പോകേണ്ടത്. എന്തായാലും മണി 5 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഓടി തകർക്കണത്. എങ്ങനെയെങ്കിലും ഇതിന്റെ മുകളിൽ എത്തിപ്പെട്ടാൽ 1 കിലോമീറ്ററോടെ സഞ്ചരിക്കണം. അപ്പൊ എന്തായാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മണി 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാർത്തിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപവും വൈകുന്നേരം സന്ധ്യ സമയത്ത് തന്നെയാണ് നമുക്ക് കാണാൻ ഭംഗിയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈമിൽ ഞാൻ ഇറങ്ങിയത്. പക്ഷെ വീഡിയോക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. തളർന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പാറ കയറ്റമൊക്കെ നല്ലതാണ്. എൻ്റെ അമ്മേ, നന്നായിട്ട് തളർന്നിട്ടുണ്ട്. അയ്യോ, അത്ര കിതക്കിയാണ് കേട്ടോ. ഒരുപാട് നാളായി ഞാനിപ്പം പാറ കയറ്റമൊക്കെ നിർത്തി വെച്ചിട്ട്. ഈ കാളിപ്പാറയിൽ ഞാൻ ഏതാണ്ട് 3 പ്രാവശ്യത്തോളമായി ഇവിടെ വന്നിട്ട്. 3 പ്രാവശ്യത്തോളമായി ഞാൻ ഇവിടെ വരുന്നത്. ഇത് 3ാമത്തെ സ്റ്റെപ്പാണേ. ഈ പാറയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഐതിഹ്യ കഥകളുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പഴയ വീഡിയോയിൽ നോക്കിയാൽ ഈ പാറയുടെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഞാൻ എന്തായാലും അത് പറഞ്ഞു പോകുന്നില്ല.
വീണ്ടും ഞാൻ പറഞ്ഞു പോകുകയാണ്, ഇത് തിരുവനന്തപുരം ജില്ല സ്പോട്ടായിട്ട സ്ഥലമാണ്. സിനിമ സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ കാളിപ്പാറ. അതിലുപരി ഈ ക്ഷേത്രം പൂർവികരുടെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ നോക്കിയാൽ അത്രമാത്രം ഐതിഹ്യ കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ മെയിൻ പോർഷൻ, അതായത് നമ്മുടെ ആ പുളിയുടെ മൂട് തൊട്ട് ഏതാണ്ട് ഈ ക്ഷേത്രം വരെ എത്തിപ്പെടാൻ 1 കിലോമീറ്റർ ഉണ്ട്. അതെ, ദേ കണ്ടോ, അങ്ങ് അറ്റം കാണുന്ന ആ വെള്ളം കണ്ടോ, അത് ഡാമാണ്, നമ്മുടെ നെയ്യാർ ഡാമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേ കണ്ണ് നോക്കി നോക്കി വരികയാണെങ്കിൽ അഗസ്ത്യാർ മലയും നമുക്ക് കാണാൻ പറ്റും. നല്ല പൊളി കേട്ടോ. നമുക്ക് ഈ കാളിപ്പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കാളിപ്പാറ കേട്ടോ. വേറെ ഇതിനെ കുറിച്ച് എനിക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്റെ പ്രിയ സുഹൃത്തുക്കൾ വന്ന് കണ്ടു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ദൂരം ഞാനിങ്ങ് കയറി വന്നിട്ടുണ്ട്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് മൊത്തത്തിൽ എത്തിപ്പെടാൻ 1 കിലോമീറ്റർ ഉണ്ട്. കാൽഭാഗം പോലും ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. ദാ ഇത് വഴിയാണ് പോകേണ്ടത്. ഇന്ന് ആരെയും കാണാനില്ല. മരങ്ങൾ, മറ്റ് ചെടികൾ എന്നിവ വെട്ടി നശിപ്പിക്കരുത് എന്ന് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പവിത്രമായ 18 പടവുകൾ പ്രാചീന കാലത്ത് അജ്ഞാതരായ പൂർവികരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പവിത്രമായ ക്ഷേത്രം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പറഞ്ഞല്ലോ, പൂർവികരായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇതേ ഇവിടെ ഒരു ഗണപതി ഭഗവാനെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ കാണാൻ പറ്റും, കണ്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് ഇനി പോകേണ്ടത് കേട്ടോ. ഈ വഴിയെ കൂടെ നമുക്ക് മുകളിൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ വഴിയാണ് നമുക്കിനി മുകളിലോട്ട് കടന്നു പോകേണ്ടത്. ചെറിയ സ്റ്റെപ്പുകളാണ്. പ്രിയ സുഹൃത്തുക്കൾ വരുമ്പോൾ നോക്കി കയറുക. എന്തായാലും നമുക്കിതേ മതിൽ പോലെ കമ്പിയിൽ തീർത്ത ഒരു മതിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറി പോകാം. എന്നാലും വളരെ ചെറിയ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പൊ വീഴാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കണ്ടോ, 5-6 മണി ടൈമിൽ നമുക്ക് ഈ കാളിപ്പാറയുടെ മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇനി ഈ പാറ കൂടെ കടന്നു കഴിഞ്ഞാൽ കുറച്ചു ദൂരം കൂടെ ഉള്ളു കേട്ടോ. ഇത് കുത്തനെ ഒരു പാറയാണ്, കാണുമ്പോൾ നിസാരമായിട്ട് തോന്നുന്നെങ്കിലും ഇതിലൊരു വലിഞ്ഞു കയറ്റം ആവശ്യമാണ്. എന്നാലും ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ വന്നു പോകാൻ പറ്റും കേട്ടോ. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ വരെ. കാരണം ഈ പാറയ്ക്ക് നല്ല ഗ്രിപ്പുണ്ട്. ഏതാണ്ട് പാറയുടെ അടുത്ത് ഞാൻ എത്താറായിട്ടുണ്ട്. പാറയില്ല, സോറി, നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കുറേ ഞാനിങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തളർന്നിട്ടുണ്ട് സത്യം പറയാമെങ്കിൽ. ശരീരമൊക്കെ നല്ല ഹീറ്റ് ആയിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുള്ള ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ വരാറുണ്ട്. ഇപ്പം മഴ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അപ്പടി കാട് പിടിച്ച് കിടക്കുന്നത് കേട്ടോ. കണ്ടോ, ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ്, കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പം ഇന്ന് ക്ഷേത്രത്തിൽ പൂജാരിയൊക്കെ ഇവിടെ മുൻപേ പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പോകാണ്ടിരിക്കില്ല, കാർത്തിക ദിവസമല്ലേ. അപ്പോൾ ഇന്നിവിടെ കാണും. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ശിലയാണ് കാണാൻ സാധിക്കുന്നത്. ഇതേ കാണിച്ചു കൊടുത്തേ. എന്താണെന്നുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് കൂടുതൽ ഇത് വഴി ഇവിടെ കൂടെ കാണിച്ചു വിവർത്തിച്ച് പറഞ്ഞു തരാൻ അറിയില്ല. ഇവിടെ ഏത് ദൈവത്തിനാണ് കുടിയിരുത്തിയിരിക്കുന്നതെന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും നമുക്ക് കയറി വരുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതെ, അപ്പൊ പിന്നെ നമ്മൾ ഈ കാളിപ്പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാർ ഡാമിൽ മുഴുവൻ വിഷ്വലും കാണാൻ പറ്റും. അതേ പാലം കണ്ടോ, നമ്മുടെ ആ ആർച്ച് പോലത്തത് കണ്ടോ. അത് കഴിഞ്ഞ് നമ്മളെങ്ങനെ കണ്ടുവരുമ്പം അഗസ്ത്യാർ കുടമാണ് കേട്ടോ. അവിടെയാണ് അഗസ്ത്യാർ കുടം, ആ മലയാണ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര അടിപൊളി തന്നെയാണ് കേട്ടോ. ഒരുപാട് വിഷ്വൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി തന്നെയാണ്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, കാളിപ്പാറ അടിപൊളിയാണ് അല്ലേ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ കാളിപ്പാറ കുറിച്ച് ഇനി എനിക്ക് വെറൈറ്റി ഒന്നും പറയാനില്ല. അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണല്ലേ. അപ്പൊ പിന്നെ ഈ കാളിപ്പാറയുടെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് കുരങ്ങുകളുണ്ട്, കുരങ്ങുണ്ട്, സൂക്ഷിക്കാൻ. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇടിമിന്നലുള്ള സാന്നിധ്യം കൂടുതലാണ്, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത്. അടുത്തെന്തുവാ, ഇഴജന്തുക്കൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഇഴജന്തുക്കളുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുക എന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡ് വെച്ച സ്ഥിതിക്ക് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. എന്തെങ്കിലും കണ്ടിട്ടല്ലാതെ ക്ഷേത്ര കമ്മിറ്റിക്കാരങ്ങനെ വെക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്, ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. പെട്ടെന്ന് നമുക്ക്, ഞാൻ ഇന്ന് കാർത്തിക ദിവസം, അപ്പോൾ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു ക്ഷേത്രം ഇതാണ്. പക്ഷെ ഇവിടെ ആരും വന്നിട്ടില്ല കേട്ടോ പ്രിയ സുഹൃത്തുക്കൾ, ഒരാളെ കാണാനില്ല.
എന്തായാലും ഞാൻ കുറച്ച് വിളക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് അങ്ങോട്ട് കത്തിച്ച് കാർത്തിക ആഘോഷിക്കാന്ന് വീണ്ടും വിളിക്കുകയാണ്. കൂടെ വന്നോളൂ കേട്ടോ. പാദരക്ഷകൾ ഇതുവരെ മാത്രം മസ്റ്റ് ആയിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല. അപ്പൊ ചെരുപ്പൊക്കെ ഞാൻ ഊരിയിട്ടിട്ടാണ് വീണ്ടും നടന്ന് നീങ്ങുന്നത്. അപ്പം ഇതുവഴി നമുക്ക് കയറി വരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പോകുകയാണ്, ഏത് പ്രായത്തിലുള്ളവർക്കും നമ്മുടെ കാളിപ്പാറ കയറാൻ പറ്റും കേട്ടോ. ഗ്രിപ്പുള്ള ഒരു പാറയാണ്, അടിപൊളിയായിട്ടുള്ളൊരു പാറയാണ്. നമ്മുടെ ക്ഷേത്രവും നമ്മുടെ ഇവിടെ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കാളിപ്പാറ. അപ്പം ഏതാണ്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ആരെയും കാണാനില്ല, വീണ്ടും പറഞ്ഞു പോകുകയാണ്, ആരെയും കാണാനില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ കൽവിളക്കൊക്കെ തുടച്ചിട്ടുണ്ട്. ഒരു പഴയ തുണി അവിടെ കിടന്ന് ആ തുണിയൊക്കെ വെച്ച് തുടച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ആരുമില്ല. അപ്പം ഞാനാണ് ഇവിടെ ഇന്ന് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ കാർത്തികയായിട്ട് ദീപം കത്തിക്കുന്നത് ഇവിടെയാണ്. ദേ എനിക്ക് എന്ത് പറയാനാണ്, ഇന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. ഈ ക്ഷേത്രത്തിൽ വന്ന് തിരി കത്തിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കാളിപ്പാറയിലെ കാളിയമ്മ എന്നെയാണ് ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കാളിപ്പാറയിൽ ആരെയും കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി കേട്ടോ. കാറ്റാണ്, അപ്പം ദീപം കൊളുത്താൻ പറ്റത്തില്ല. അത്രമാത്രം ഞങ്ങൾ കുറേ നേരം പരിശ്രമിച്ചിട്ടാണ് ഈ തിരി അത്രയും കത്തിച്ച് വെച്ചത്. അണഞ്ഞണഞ്ഞു പോവുകയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ കാർത്തിക ദീപത്തിൻ്റെ അന്ന് വിളക്ക് കത്തിക്കാത്തത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് മറക്കരുത്. കമൻസും അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ എഴുതി അറിയിക്കുക. അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാളിപ്പാറ ആണ് കേട്ടോ. കള്ളിക്കാട് പഞ്ചാണ്. ഞാൻ പോവുകയാണ്. പുതിയ വിശേഷവും പുതിയ കാഴ്ചയും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി കത്താത്തതിൻ്റെ കാര്യം കാറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആരെയും കാണാനില്ലാത്തത്. പോവുകയാണ് കേട്ടോ.